അങ്ങനെ അവരും പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ 2-3 ദിവസം മുന്നേ തന്നെ പപ്പയും അമ്മയൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങി. ആക്ച്വലി എൻ്റെയും ബേബിയുടെയും കെയറിന് വേണ്ടിയിട്ട് അവർ വന്നതായിരുന്നു കേട്ടോ. 4 മാസം 4.5 മാസം എങ്ങനെയാണ് ഓടിപ്പോയെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. അമ്മ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം അറിഞ്ഞില്ല. പപ്പയും അമ്മയും അത്ര കോർഡിനേറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ പോകുന്നതിന് രാവിലെ തന്നെ അക്കുട്ടനെ അമ്മ റെഡിയാക്കുന്നുണ്ട്. പിന്നെ പാക്കിങ്ങിൻ്റെ ഒക്കെ ഫൈനൽ സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തനിച്ചാക്കി അവർ പിന്നെ പാക്കപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞിടുന്നില്ല, എന്താ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ. അമ്മയ്ക്ക് കൊച്ചിൻ്റെ കാര്യത്തിൽ ആലോചിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര ടെൻഷൻ. പപ്പയ്ക്ക് ആ കുട്ടി നല്ലപോലെ മിസ് ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പോകാനുള്ള ദിവസമായി. അപ്പം നമ്മൾ മലേഷ്യ എയർലൈൻസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നേരെ അങ്ങോട്ടേക്ക് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി എൻ്റെ ഇടയ്ക്ക് ഇവിടെ കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ചിക്കു നേരെ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു കേട്ടോ ആ കുട്ടീനെ എടുത്ത് വെച്ചിട്ടൊക്കെ. എന്നാ ചെയ്യാൻ, ആ കുട്ടിക്ക് വലുതായിട്ട് മനസ്സിലായി കാണത്തില്ല, കാരണം ഷീസ് ഓൺലി 4.5 months. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചെക്കിനൊക്കെ കഴിഞ്ഞു, ലഗേജൊക്കെ കയറ്റി വിട്ടു. അവിടെ ഇരുന്ന് ഇങ്ങനെ ചെറുതായിരുന്നു ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസൊക്കെ വന്നു. അങ്ങനെ നേരെ അവർ യാത്ര പറഞ്ഞ് ബൈ പറഞ്ഞു പോയി. തിരിച്ച് ഞാനും അക്കുട്ടിയുടെ ഡാഡയും മാത്രമായിട്ട് തിരിച്ചു വന്നു കേട്ടോ. കൃത്യമായി പറഞ്ഞ ഒരു 14 ദിവസമായി കാണും കേട്ടോ അവർ നാട്ടിലേക്ക് പോയിട്ട്. ആക്ച്വലി ഈ മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എങ്ങനെയാണ് അവർ തിരിച്ചു പോയതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി ഇപ്പോഴും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്.